അറിയാം, ഞാൻ ഈയിടെ കൂടെ ആരോടും പറയാന്ന്. അത് എന്നോട് ആരും ചോദിക്കുന്നില്ല. അതെന്താ അതാണോ അല്ലെ? നിനക്ക് ഇനി വിശ്വസിക്കാൻ പറ്റാത്ത വേറൊന്നുകൂടി നമ്മൾ പറയട്ടെ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പക്ഷെ എനിക്ക് ഭയങ്കര റീസെന്റ് ആയിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായി. അതങ്ങനെയൊന്നുമില്ല, ഒരു ദുബായിൽ എന്തോ ഒരു ഇനോഗ്രേഷൻ. അപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കണമെന്നൊക്കെ. എന്താ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കണമെന്നൊക്കെ. ഞാൻ ഇതിനകത്ത് ഞാൻ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്. ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുകയെന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏരിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടേ? ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയണം എന്നിട്ട് ഞാൻ ചോദിച്ച് അവസാനം അയാൾ പറഞ്ഞു, ഇതായിരുന്നു നമ്മുടെ MD-ക്ക് അനാർക്കലി ഒന്ന് താല്പര്യമുണ്ട്. ഭവാനി ഒന്ന് മനസ്സിലാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി ആ കുലകൾക്കിടയിലേക്ക് വരുമോ? അപ്പൊ അവിടെ നിൽക്കുകയാണെങ്കിൽ പേയ്മെന്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അപ്പൊ ഞാൻ അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കാം, എല്ലാത്തിനും ഈ മുരുകണ്ണൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈയിടെ എത്ര നാൾ വിചാരിക്കുന്നു, അത്ര അട്രാക്റ്റീവ് അല്ലേ ഇനി, അതുകൊണ്ടാണോ ചോദിക്കാത്തത്? എനിക്ക് ഇപ്പൊ 10 കാശ് തരാൻ ആർക്കും താല്പര്യം. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ, ഇന്നാണ് സന്ദർഭം കിട്ടിയത്. അല്ല, ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, താല്പര്യമില്ല. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. പിന്നെ പക്ഷെ എന്നോട് ഇത് താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ള മറ്റ് സെലിബ്രിറ്റീസിനെ അറിയുന്നു. പോടോടുന്നു. തൽപരകക്ഷിയല്ല.